സർവം കൃഷ്ണാർപ്പണമസ്തു. ഇത്തവണ സ്വർഗവാതിൽ ഏകാദശി ഡിസംബർ അവസാന വാരമാണ്. ഏറെ പ്രശസ്തവും വിഷ്ണുപ്രീതിക്ക് ഏറ്റവും ഉത്തമവുമായ വ്രതമാണ് ഏകാദശി. എല്ലാ വ്രതങ്ങളിലും വെച്ച് മികച്ചതാണ്. ധനുമാസത്തിലെ വെളുത്ത പക്ഷ ഏകാദശി, സ്വർഗവാതിൽ ഏകാദശി, മോക്ഷത ഏകാദശി, വൈകുണ്ഠ ഏകാദശി എന്നീ വിവിധ പേരുകളിൽ അറിയപ്പെടുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് ഭഗവത്ഗീത ഉപദേശിച്ചത് ഈ ദിവസമാണത്രേ. വിഷ്ണു ഭക്തർക്ക് എല്ലാ ഏകാദശികളും പ്രിയപ്പെട്ടതാണെങ്കിലും ഈ ഏകാദശിയാണ് പൊതുവെ വിഷ്ണു ഭക്തരെ എല്ലാം ഏകാദശി വ്രതം അനുഷ്ഠിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. ഗുരുവായൂർ ഏകാദശി വ്രതം എടുത്തവർ സ്വർഗവാതിൽ ഏകാദശിയും എടുക്കണം എന്ന് പറയപ്പെടുന്നു. വർഷത്തിൽ 24 ഏകാദശിയാണ് ഉള്ളതെങ്കിലും ചിലപ്പോൾ 26 ഏകാദശി ദിനങ്ങൾ വരാറുണ്ട്. ഏകാദശി ദിവസം വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നവർ പ്രധാന വാതിൽ വഴി അകത്ത് പ്രവേശിച്ച് ഭഗവാനെ തൊഴുതു പ്രാർത്ഥിച്ച് മറ്റൊരു നടയിൽ കൂടി പുറത്തിറങ്ങിയാൽ സ്വർഗത്തിൽ പ്രവേശിച്ച ഫലമുണ്ടാകുമെന്ന് വിശ്വാസം. ഒരു വർഷത്തിലെ 24 ഏകാദശി വ്രതങ്ങൾ അനുഷ്ഠിക്കുന്ന ഭക്തന് വൈകുണ്ഠത്തിൽ സ്ഥാനം ലഭിക്കുന്നതിനൊപ്പം ഐശ്വര്യവും മോക്ഷപ്രാപ്തിയും ലഭ്യമാകും. ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്ന വ്യക്തി ജനന മരണ ബന്ധങ്ങളിൽ നിന്നും മുക്തനാകുമെന്ന് പറയപ്പെടുന്നു. മാത്രമല്ല ശത്രുനാശം, സമ്പത്ത്, ഐശ്വര്യം, പ്രശസ്തി എന്നിവ കൈവരുന്നതിനൊപ്പം പൂർവികരുടെ അനുഗ്രഹവും ഈ വ്രതത്തിലൂടെ ഭക്തർക്ക് ലഭ്യമാകും. ദശമി, ഏകാദശി, ദ്വാദശി എന്നീ 3 ദിനങ്ങൾ ഏകാദശി വ്രതത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്നു. ദശമി നാളിൽ ഒരു നേരം അരിയാഹാരം മാത്രം കഴിക്കാം. ഏകാദശി നാളിൽ പൂർണ്ണമായി ഉപവസിക്കുന്നതാണ് ഉത്തമം. ജലപാനം പോലും പാടില്ല. ഏകാദശി ദിനത്തിൽ തുളസി തീർത്ഥമല്ലാതെ മറ്റൊന്നും കഴിക്കാതിരിക്കുന്നവരുണ്ട്. അതിന് സാധിക്കാത്തവർക്ക് അരിഭക്ഷണം ഒഴിവാക്കി ഗോതമ്പ്, ചാമ എന്നിവ കൊണ്ട് ഉള്ള ലളിത ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങൾ ഭക്ഷിക്കാം. ഏകാദശി നാളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്താം. പകലുറക്കം പാടില്ല. ഈ മഹാപുണ്യ ദിനത്തിൽ രാത്രിയും ഉറങ്ങാതെ വിഷ്ണുനാമ മന്ത്രജപത്തോടെ കഴിയുന്നതും മൗനം ഭജിക്കുന്നതും വളരെ ഉത്തമമായി കരുതുന്നു. ദ്വാദശി നാളിൽ ഹരിവാസര സമയം കഴിഞ്ഞതിന് ശേഷമാണ് പാരണ വീഴേണ്ടത്. വ്രതസമാപ്തിയിൽ തുളസി തീർത്ഥം സേവിച്ച ശേഷം ഭക്ഷണം കഴിച്ച് വ്രതം അവസാനിപ്പിക്കുന്ന ചടങ്ങാണ് പാരണ വീഴൽ.